ഇന്ന് മാർച്ച് മാസം 1-ാം തീയതിയാണല്ലോ. മാർച്ച് മാസത്തിൽ സഭാ കലണ്ടർ അനുസരിച്ച് നോയമ്പ് ആചരണം ആരംഭിക്കുകയാണ്. ഈ നോയമ്പ് ആചരണത്തിൽ കൂടെ മനുഷ്യന് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം ആത്മാർത്ഥതയും അർത്ഥവത്തും ആയിത്തീരുവാൻ തനിമയിലേക്ക് എന്ന ഈ പഠനം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 37-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുന്നു. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശം ആക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ജീവിതം സമാധാനപൂർണമാകുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതിന് നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് സൗമ്യത എന്ന സുഹൃതമാണ്. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ജഡിക മനുഷ്യന് ജഡത്തിലുള്ള വികാരത്താലോ ധനത്താലോ മറ്റു യാതൊന്നിനാലോ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല സൗമ്യത. ദൈവാത്മാവിനാൽ നാം നടത്തപ്പെടുമ്പോൾ ദൈവം നമുക്ക് പകർന്നു തരുന്ന ഒരു സ്വഭാവ വിശേഷമാണ് സൗമ്യത എന്നുള്ളത്. കർത്താവ് തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ആത്മാക്കൾക്ക് ആശ്വാസം ഇല്ലാത്ത ഒരു ജനത എക്കാലത്തും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിശാചിൻ്റെ ചതിവിനാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി, തൻ്റെ പ്രലോഭനങ്ങളാൽ അകറ്റി കൂടുതൽ ദൈവത്തിൽ നിന്നും അകറ്റുന്നതിൻ്റെ ഫലമായി സമാധാനം, ആശ്വാസം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആശ്വാസം ഇല്ലാതെ പരക്കം പായുന്ന ഒരു ജനതയെ നമ്മുടെ ചുറ്റും എക്കാലത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തെയും തങ്ങളുടെ ജീവനെയും ദൈവത്തിൽ പരമേൽപ്പിക്കുന്നവർക്ക് എക്കാലത്തും ആശ്വാസവും സമാധാനവും ഉണ്ടാകുന്നു. ഈ ആശ്വാസം ഇല്ലായ്മ നമ്മളെ ഏതിലേക്കൊക്കെ നയിക്കുന്നു എന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അല്ല എങ്കിൽ ഈ നൊയമ്പ് കാലത്ത് നാം എന്തൊക്കെ വർജിക്കണം? നമ്മുടെ സ്വഭാവത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകുവാൻ, കൂടുതൽ മൂല്യമുള്ളതാകുവാൻ, കൂടുതൽ നമ്മുടെ ജീവിതം അർത്ഥവത്താകുവാൻ നമുക്ക് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഉപേക്ഷിക്കാനുള്ളത്? മനുഷ്യനെ മുറുകെ പറ്റുന്ന ഒരു പാപമാണ് കോപം. 8-ാം വാക്യത്തിൽ പറയുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം. കോപവും ക്രോധവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്വഭാവ വിശേഷമാണ്. കോപം നാം അടക്കുവാൻ കഴിഞ്ഞാൽ ക്രോധത്തിന് ഒരു പരിധി വരെ ശമനം ഉണ്ടാകും. ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അസ്വസ്ഥനാകേണ്ട ആവശ്യം ഇല്ല. കാരണം ദൈവം ഒരു വ്യക്തിയെ അമ്മയുടെ ഉദരം മുതൽ അറിയുന്നവനാണ്. അമ്മയുടെ ഉദരത്തിൽ ദൈവമാണ് മെനഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ ദൈവമാണ്
പരിപാലിക്കുന്നതും അമ്മയുടെ ഉദരത്തിൽ നിന്നും ബാഹ്യ ലോകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതും ദൈവമാണ്. അജ്ഞാതമായ ആ കാലയളവിൽ പരിപാലിക്കുന്ന ദൈവം ബാഹ്യലോകത്ത് വരുന്ന ഒരു മനുഷ്യനെ പരിപാലിക്കുവാൻ, മനുഷ്യൻ്റെ സഹകരണത്തോടെ പരിപാലിക്കുവാൻ ശക്തനാകുന്നു. അതിനുള്ള ഉപദേശങ്ങൾ, അതിനുള്ള മാർഗങ്ങൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ മാത്രമാണ് ഒരു പൈതൽ വളരുന്നത്. ബാഹ്യലോകത്തേക്ക് വരുന്ന പൈതൽ മനുഷ്യൻ്റെ സഹകരണത്തോടെ, മനുഷ്യൻ്റെ സഹായത്തോടെ അനുദിനം വളരുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. വളർന്ന് മറ്റുള്ളവർക്കും ഉള്ളവൻ ആയിത്തീരുന്നു. അതിന് സഹായമായി നാം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നാം പരിശീലിക്കാനുള്ള ഒരു കാര്യം, കോപം കളയണം, ക്രോധം ഉപേക്ഷിക്കണം. ഒന്ന് പറഞ്ഞ് രണ്ടിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അക്ഷമയാണ് എവിടെയും കാണുന്നത്. പറയുന്ന കാര്യം അപ്പോൾ തന്നെ സാധിച്ചു കിട്ടണം. ഫലമോ ജീവിക്കുന്ന സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ഫലമായി മനുഷ്യനോട് മുഷിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഈ 8-ാം വാക്യത്തിൽ 37-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുകയാണ്, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേ ഉള്ളൂ. മുഷിയുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. മനുഷ്യൻ്റെ അകൽച്ച വർദ്ധിക്കുന്നതല്ലാതെ മനുഷ്യൻ പരസ്പരം ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല. ഈ പ്രാവശ്യത്തെ നമ്മുടെ നോയമ്പ് ആചരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ സമയത്ത് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സൗമ്യതയുടെ ആത്മാവിനാൽ നമ്മെ അനുഗ്രഹിക്കണമേ, നമ്മെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സൗമ്യതയുടെ ആത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. 37-ാം സങ്കീർത്തനം 11-ാം വാക്യം നാം ഹൃദയസ്ഥമാക്കേണ്ട ഒരു വാക്യമാണ്. ഈ നോയമ്പ് കാലത്ത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. സമാധാനത്തിൻ്റെ സമൃദ്ധിയാണ് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. അതിൽ ആനന്ദിക്കുവാൻ കഴിയും. അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. സൗമ്യത അവലംബിച്ചതുകൊണ്ട് എനിക്ക് ഇന്നിന്ന ദോഷങ്ങൾ വന്നു എന്ന് നിരാശപ്പെടേണ്ട. കാരണം എന്നെ അറിയുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, ആരംഭത്തിൽ തന്നെ അവസാനത്തെ കാണുന്ന ഒരു ദൈവമാണ് എന്നെ നടത്തുന്നത്. അവൻ ശുഭകരമായ ഭാവിയിലേക്ക് എന്നെ നടത്തും. മാത്രമോ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നടത്തിപ്പ് എനിക്ക് മതിയായതാണ്. ഈ നോയമ്പുകാലം ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും യഥാർത്ഥ നോയമ്പിലേക്ക് നടത്തുമാറാകട്ടെ. നാം ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? ക്രോധം കളയണം, കോപം ഉപേക്ഷിക്കണം. ഈ നോയമ്പുകാലം കോപിക്കാതെ, ആരോടും കോപിക്കാതെ, സമാധാനത്തോടെ സൗമ്യതയോടെ ഇടപെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നിരന്തരമായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.